ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ 2 കാറുണ്ട് കേട്ടാ. രണ്ടും പക്ഷേ മാരുതിയുടെ കാറാ. ഒരെണ്ണം സ്വിഫ്റ്റും മറ്റേത് വാഗണറും. ഇതിൽ വാഗണർ ഇല്ലേ, ഇത് പുതിയ കാറാ. ഇന്നലെ അത് പർച്ചേസ് ചെയ്തേ. മറ്റേ സ്വിഫ്റ്റ് പഴയ കാറാണ്. ഈ കാറ് മേടിച്ചിട്ട് ഒരു കൊല്ലാവാറായി. സ്വിഫ്റ്റും പക്ഷേ നൈസ് കാറാണ് കേട്ടാ. ഇപ്പം ഇതിൻ്റെ 2ാമത്തെ സർവീസ് ആവാറായി. നമുക്കപ്പോൾ അത് സർവീസ് ചെയ്യാം. 2ാമത്തെ സർവീസ് പിന്നെ ഫ്രീ സർവീസാണ് കേട്ടാ. പൈസ മേടിക്കില്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു സ്പെയർ പാർട്സിന് പൈസ മേടിക്കും, ലേബർ ചാർജ് മേടിക്കാത്ത. എന്തിട്ടാലും കുഴപ്പമില്ല, നമുക്ക് ഈ കാറ് സർവീസ് ചെയ്യാം. എൻ്റെ കാറിൽ പിന്നെ പഴയ പോലെ മൈലേജ് ഒന്നും കിട്ടണില്ല. പണ്ട് 20 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടിയിരുന്നു. ഇപ്പോൾ 9 കിട്ടണേ. 9 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാറ് സർവീസ് ചെയ്യണം. സർവീസ് സെൻറ്റർ പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. 1 hour later. ഓക്കെ, നമ്മളങ്ങനെ കാറൊക്കെ സർവീസിന് കൊടുത്തുട്ടാ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഞാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. നമുക്കിനി ഓട്ടോറിക്ഷയിൽ പോവാം. ഓട്ടോക്കാരൻ പിന്നെ മീറ്ററൊന്നും വിടാണ്ട വണ്ടി ഓടിക്കണേ. ശരിക്കത് ഇല്ലീഗലാ. ഇയാള് അധികം പൈസ മേടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ചേട്ടാ എത്രയായി? 550. 550 രൂപയാ? ചേട്ടാ ഇത്രയും ദൂരം വരാനാണോ 550? ഞാൻ 50 രൂപ തരാം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. 50 രൂപയാ? അത് നീ എന്നെ കയ്യിൽ വെച്ചോ. അതെ, മര്യാദയ്ക്ക് 550 തന്നേക്ക്, ഇല്ലെങ്കിൽ കളി മാറും. നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. ഓ പിന്നെ, നീ ഇപ്പം ആരാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് ഞാൻ പൈസ തരില്ല, എന്നാ പിടിച്ചോ. ഇതേ കിടക്കണം അവിടെ. ഇവരുടെയൊക്കെ വിചാരേ ഇവർ വലിയ ആൾക്കാരെന്ന്. എൻ്റെ അടുത്ത് ഒരു തോന്നിയാസം നടക്കില്ല. അല്ല പിന്നെ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് കയറാം. ഇവിടെ ഇപ്പോൾ 10 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല, എന്നിട്ട് അയാൾ 550 രൂപ മേടിക്കണേ. ഒരു മയത്തിലൊക്കെ പറ്റിക്ക്. ഇതെന്തത്? ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ പാടുണ്ട. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി വീട്ടിൽ കയറാം. ഒരു മിനിറ്റ്, ഇവിടെ എന്തോ മിസ്സിങ് ആണല്ലോ. ഇവിടെ എൻ്റെ വാഗണർ ഉണ്ടായിരുന്നില്ലേ, അതെവിടെ പോയി? ഗൈസ്, എൻ്റെ വാഗണർ കാണാനില്ല ഏട്ടാ. അതാരണോ അടിച്ചു മാറ്റിയേ? ഷേ, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണിപ്പാളിട്ടാ. എൻ്റെ വാഗണർ ആരണോ അടിച്ചു മാറ്റിയേ? എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇവിടെ പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, നമുക്ക് ഈ ഓട്ടോറിക്ഷയിൽ പോവാം. എനിക്ക് പിന്നെ വണ്ടിയുടെ നമ്പറൊക്കെ ഓർമ്മയുണ്ട് കേട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. പോലീസുകാരോടെ വണ്ടിയുടെ നമ്പർ പറഞ്ഞാൽ മതി, അവരത് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാ. ഇവിടെ പോലീസുകാരൊന്നും ഇല്ലേ? ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ഈ സാറിനോട് സംസാരിക്കാം. ഹലോ സാറേ, അതെ, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യമാ. എന്താണ്, എന്താ പ്രശ്നം? സാറേ, അത് പിന്നെ എൻ്റെ വണ്ടി ആരും അടിച്ചു മാറ്റി. ഒരു കാറാണ്. ആ കാറിൻ്റെ നമ്പർ തന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കുമോ? ആ, അതിനിപ്പോൾ എന്താ, ലൊക്കേഷൻ ഞാൻ കണ്ടുപിടിക്കാം. ആ കാറിൻ്റെ നമ്പർ പറ. Meanwhile. ലെറ്റ്സ് ഗോ. നമുക്കങ്ങനെ വണ്ടിയുടെ ലൊക്കേഷനൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. പോലീസുകാർ അത് കണ്ടുപിടിച്ചു. ലൊക്കേഷൻ പക്ഷേ കാണിക്കണത് വില്ലേജിൻ്റെ അവിടെയാ. വില്ലേജിലുള്ള ഏതൊരാളാ എൻ്റെ കാർ അടിച്ചു മാറ്റിയേ. എന്തുട്ടായാലും അയാൾ ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. നമുക്കപ്പോൾ നേരെ വില്ലേജിൽ പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഉദ്ധരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ തുരുക്കി സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വില്ലേജിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ വില്ലേജിൽ വന്നേക്കാ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും എൻ്റെ വണ്ടി ഉണ്ടാവും. എവിടെയെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ ഭാഗത്തുണ്ടാ? ഈ ഭാഗത്ത് വണ്ടിയൊന്നും കാണാനില്ല ഏട്ടാ. എന്നാൽ പിന്നെ അപ്പുറത്ത് നോക്കി നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ, നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. നമുക്കങ്ങനെ നമ്മുടെ വണ്ടി തിരിച്ചു കിട്ടിയേക്കാ. എന്നാലും ആരാണാവോ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ? ഇവിടെ എനിക്ക് ഒരാളെയും കാണാനില്ല. അല്ല, നിങ്ങളാരാ? എന്താ അവിടെ? സത്യം പറ,
നിങ്ങൾ എൻ്റെ വണ്ടി അടിച്ചു മാറ്റാൻ നോക്കല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതോടില്ല. ഇന്നും മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അയ് ശരി, അത്രയ്ക്കയ്യാ? നിങ്ങളാണ് എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ, എന്നിട്ട് പറയാ ഞാനാ അടിച്ചു മാറ്റിയെന്ന്. ഒന്ന് പോയടാ അവിടുന്ന്, ഇതെൻ്റെ കാറാ. അല്ല പിന്നെ എന്തുട്ടായാലും നമ്മുടെ കാറ് തിരിച്ചു കിട്ടിയിട്ടാ. ഇനിയിപ്പോൾ നമുക്കേ നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറില്ലേ നമുക്ക് അകത്ത് പാർക്ക് ചെയ്യണ്ട, അതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വാഗണറല്ലേ, ഇതാരും അടിച്ചു മാറ്റില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഈ കാറും ഒരുത്തൻ അടിച്ചു മാറ്റി. നമുക്ക് പിന്നെ ഭാഗ്യമുണ്ട്, നമ്മുടെ കാർ തിരിച്ചു കിട്ടി. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.